ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ബ്രാഞ്ചിൽ ബിടെക് ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയ സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ കൂടിയ കേരള PSCയുടെ കമ്മീഷൻ യോഗത്തിൽ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തസ്തികയുടെ വിജ്ഞാപനം വരാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പോഴിത് വളരെ താമസിക്കുക തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഈ മാസം എൻഡോ അടുത്ത മാസത്തേക്ക് നമുക്ക് ഇതിൻ്റെ വിജ്ഞാപനം പ്രതീക്ഷിക്കാം. ഇപ്പോൾ സാലറി സ്കെയിലും ഉണ്ട്, ജോബ് പ്രൊഫൈലും ഉണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പോസ്റ്റാണ്. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താമസിക്കാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ എക്സാം ലാസ്റ്റ് ടൈം നടത്തിയിരുന്നത് 2020 ഇപ്പോൾ കൊറോണ കാരണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു എക്സാം നടത്താനും പിന്നെ അതിനുശേഷമുള്ള ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. 2023 ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് ലഭിച്ചത് 29 പേരെയാണ്. മെയിൻ ലിസ്റ്റിൽ 105 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ലിസ്റ്റിൻ്റെ കാലാവധി 1 ഇയറിന് മേളിലുണ്ട്. അടുത്ത വർഷം ഓഗസ്റ്റ് വരെ, നമുക്ക് 2026 ഓഗസ്റ്റ് വരെ എന്തായാലും ഇതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട്. പക്ഷേ PSCയുടെ പുതിയ ട്രെൻഡുകളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ലിസ്റ്റ് നിലനിൽക്കെ തന്നെ PSCക്ക് അവരുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് അനൗൺസ് ചെയ്ത് അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്ത് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന ആ ടൈമിൽ പുതിയ അഡ്വൈസ് ആളുകൾക്ക് ലഭിക്കാനുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ടൈമിൽ വരുന്നത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് സ്ട്രീംസിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കുറേയധികം എക്സാംസ് ഒരു 1 ഇയറിന് മുമ്പ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് സ്ട്രീംസിലെ ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, KCB സബ് എഞ്ചിനീയർ, പിന്നെ റീസെൻ്റ് ആയിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, അങ്ങനെ കുറേ അധികം എക്സാംസ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശേഷം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളോടൊപ്പം ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അവരെല്ലാം തന്നെ ഈ പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളിലൊക്കെ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് അവർക്ക് ജോബ് കിട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിലൊക്കെ കാര്യമായിട്ട് മുന്നേറിലെത്താൻ പറ്റാത്തവർക്ക് ഇനിയും 2023 24 ഒക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു അവസരമാണിത്. അപ്പോൾ താമസിക്കാതെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നുണ്ടാവും. ഇനിയും ഇതിൻ്റെ എക്സാം ഇനി എന്നാവും, അതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ PSCയുടെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും ആദ്യ മാസം, കലണ്ടർ ഇയറിലെ ആദ്യ മാസം ആ വർഷം നടത്താനിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ 2025 കലണ്ടർ ഇയറിലെ എക്സാംസിൻ്റെ എല്ലാ ഷെഡ്യൂളും ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴിത് ഈ വർഷം മെയ് ജൂണിലാണല്ലോ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ കലണ്ടർ ജാനുവരിയിൽ പബ്ലിഷ് ചെയ്യുന്ന കലണ്ടറിൽ ആദ്യ മാസങ്ങളിൽ തന്നെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തന്നെ അടുത്ത കലണ്ടർ ഇയറിൽ നമുക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സിലബസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് വാസ്റ്റാണ്. PSCയുടെ പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. കാരണം നല്ലൊരു പോസ്റ്റാണ്, ഒരു ഗ്ലാമർ പോസ്റ്റാണ്, അതിൻ്റെ ജോബ് നേച്ചർ നല്ലതാണ്, സ്കെയിൽ ഓഫ് പേ നല്ലതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഇനിയുള്ള ചുരുങ്ങിയ കുറച്ച് സമയങ്ങൾ അവിടെ നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന വേറെ എക്സാംസ് ആണ് RRB, JEE, SSC, JEE ഒക്കെ. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ഒരു 5.5 വർഷമായിട്ട് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്ട്രീംസിൽ കുറേ അധികം കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. PSC റിലേറ്റഡ്, അത് ITI മുതൽ MTech ക്വാളിഫിക്കേഷനുള്ള, അതേപോലെ RRBയിൽ നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. RRBയുടെ JEE, ALP, ടെക്നീഷ്യൻ കോഴ്സുകൾ, SSC, JEE. ഇപ്പോൾ നമ്മൾ ഈ നടത്തിയ കോഴ്സുകളിലെല്ലാം തന്നെ PSC പബ്ലിഷ് ചെയ്ത ലിസ്റ്റുകളായിക്കോട്ടെ, റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRBയുടെ ഇപ്പോൾ CBT 1ൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രീംസിൽ പബ്ലിഷ് ചെയ്ത ലിസ്റ്റുകളിലൊക്കെ വളരെ വലിയ വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. റാങ്ക് ലിസ്റ്റിൻ്റെ വലിയൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് ഇടങ്ങളിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റീസെൻ്റ് ആയിട്ട് 2023, 24, 25 പബ്ലിഷ് ചെയ്ത ലിസ്റ്റുകളിൽ ആദ്യ റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ, നല്ല ഒരു കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ച് നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസ്, അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസ്, ഇവർക്ക് ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും ഇടയ്ക്ക് നിന്ന് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ഡൗട്ട്സും എല്ലാം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന മെൻറ്റേഴ്സ്, ഇവരായിട്ടുള്ളൊരു കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ട്. സിലബസ് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് എത്രത്തോളം ഡെപ്തിൽ പോകണം, ഒപ്പം നമ്മൾ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് പ്രോബ്ലംസ് പഠിക്കേണ്ടത്, PSCയുടെ റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ആണോ, ഏതിടങ്ങളിലാണ് അവർ സ്ഥിരമായി പ്രോബ്ലംസ് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഗ്രിപ്പ്
കൂടിയതോ കുറഞ്ഞോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു വിൽ പവറും എല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പോസ്റ്റ് നിങ്ങൾക്കുള്ളതായിരിക്കും. കാരണം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു പോസ്റ്റിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. അപ്പോഴെന്തായാലും തുടക്കക്കാർക്ക് ഈ എക്സാം എങ്ങനെ നേടിയെടുക്കണമെന്നുള്ള ഒരു ഫ്രീ വെബിനാർ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് നയിക്കുന്ന ആ വെബിനാറിൽ എല്ലാ കാര്യങ്ങളും, ഈ എക്സാമിൻ്റെ സിലബസ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെബിനാറിന് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സിലബസിലെ ടോപ്പിക്സ് എല്ലാം തന്നെ ബേസ് മുതൽ ഡെപ്ത് വരെ ലൈവായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വർക്കൗട്ട് സെഷൻസിലും ടെസ്റ്റിലും ഒക്കെ, മോക്ക് ടെസ്റ്റുകളിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് PSC നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ KW ഓപ്പറേറ്റർ ആയിക്കോട്ടെ, അപ്പോൾ ITA, ഡിപ്ലോമ, BTech ലെവലിൽ നടത്തിയ എല്ലാ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇവിടെ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നടത്തുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ഒരു റൈറ്റ് പ്ലേസ് ആവും നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള. കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു സ്റ്റഡി പ്ലാനും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.